തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രസനാധിപൻ ഉൾപ്പെടെ ഇരു വിഭാഗങ്ങളിലുമായി 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 120 പേർക്കെതിരെ കേസെടുക്കുകയും 30 ഓർത്തഡോക്സ് വിഭാഗക്കാർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജയേഷ് രാഘവനുണ്ട് തൃശൂരിൽ നിന്നും. ജയേഷ്, ഇന്ന് 12 മണിക്ക് നടക്കുന്ന കലക്ടർ വിളിച്ച ചർച്ചയിൽ ഏത് രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം തന്നെ ഇന്നലെ രാത്രിയെല്ലാം വലിയ സംഘർഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ടോ ഇപ്പോൾ? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും 60ഓളം വരുന്ന യാക്കോബായ വിശ്വാസികൾ ഈ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് ചില ആളുകൾ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. 120 ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യോഹന്നാൻ മാർ മിലിത്യോസ് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. 120 പേർ ഇരുവിഭാഗങ്ങളുമായി 120 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:15 കൂടിയാണ് സംഘർഷമുണ്ടായത്. ഈ പള്ളിയുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഈ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം 200ഓളം വരുന്ന ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ പള്ളിയിലേക്ക് വരികയായിരുന്നു. എന്നാൽ യാക്കോബായ വിഭാഗം ഗേറ്റ് പൂട്ടിക്കൊണ്ട് ഇവർ പള്ളിയിൽ തടയുകയും യാക്കോബായ വിഭാഗം പള്ളിക്കകത്ത് പ്രാർത്ഥനയുമായി കഴിഞ്ഞ 2 ദിവസം തുടരുകയായിരുന്നു. ഇന്നലെ രാത്രി 11:15 കൂടിയാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് ആണ് സംഘർഷമുണ്ടായത്. ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് പൊളിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് യാക്കോബായ വിഭാഗം പറയുന്നത്. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഓർത്തഡോക്സ് വിശ്വാസികൾക്കെതിരെ യാക്കോബായ വിഭാഗം പള്ളിയിൽ തമ്പടിച്ചിരിക്കുന്ന യാക്കോബായം കല്ലെറിയുകയായിരുന്നുവെന്നാണ് അവരും ആരോപിക്കുന്നത്. എന്തിനാലും ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ മുതിർന്ന വൈദികർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് കലക്ടർ നടത്തുന്ന അനുരഞ്ജന ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള സമവായം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. തുടരുകയാണോ? ഭൂരിഭാഗം സ്ത്രീകളാണുള്ളത്. 60ഓളം വിശ്വാസികൾ യാക്കോബായ സഭാ വിശ്വാസികൾ ഇപ്പോൾ പള്ളിക്കകത്ത് തുടരുന്നുണ്ട്. ഇവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തെ പൂർണ്ണമായും പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സമീപനം തന്നെയാണ് പോലീസ് ഇടപെട്ടത്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം പള്ളിക്കകത്തും പുറത്തും നടക്കുമ്പോഴും ഇതിൽ സംഘർഷമുണ്ടായിട്ടില്ലെങ്കിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു ജില്ലാ പോലീസ് സ്വീകരിച്ചത്. എന്നാൽ ഇന്നലെ രാത്രി സംഘർഷമുണ്ടായതോടുകൂടിയാണ് പോലീസ് ആക്ഷനിലേക്ക് നീങ്ങിയത്. ആദ്യഘട്ടം എന്നതോളം ഓർത്തഡോക്സ് സഭാ വിശ്വാസികളെ പള്ളിക്ക് പുറത്ത് പ്രതിഷേധിച്ച ഓർത്തഡോക്സ് വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിനുശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ യാക്കോബായ വിഭാഗത്തെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. ഇപ്പോഴും 60ഓളം വരുന്ന ഭൂരിഭാഗം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാക്കോബായ വിശ്വാസികൾ ഈ പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. 12 മണിക്ക് കലക്ടറുടെ ചേംബറിലാണ് ചർച്ച. യാക്കോബായയും ഓർത്തഡോക്സ് വിഭാഗങ്ങളും തന്നെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്.